നമസ്കാരം. ഇന്ന് സാങ്കേതിക വിദ്യകളെ അതിന്റെ പരമാവധി സാധ്യതകൾ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന കാലമാണ്. അത് നമ്മുടെ പ്രതിരോധ രംഗത്ത് പോലും പ്രകടമാണ്. AI പോലെയുള്ള സാധ്യതകളും ഇപ്പോൾ ഉപയോഗപ്പെടുത്തി വരുന്നുണ്ട്. ഇത്തരം സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് വരുന്നതിൽ പ്രധാന സ്ഥാനം തന്നെയുള്ളതാണ് ആളില്ലാതെയുള്ള യുദ്ധോപകരണങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക്. പ്രത്യേകിച്ച് ആക്രമണങ്ങൾക്കും യുദ്ധങ്ങൾക്കും ഉപയോഗിച്ചു വരുന്ന ആളില്ലാ ഡ്രോണുകൾ പോലെയുള്ളവ. ഈ ഘട്ടത്തിൽ ആളില്ലാ വാഹനങ്ങൾ സമുദ്ര സുരക്ഷയ്ക്ക് ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ വികസിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ രാജ്യം. മാതംഗി എന്ന് പേരിട്ടിരിക്കുന്ന ആളില്ലാ സമുദ്രയാനം രാജ്യം വികസിപ്പിച്ചിരിക്കുകയാണ്. മുംബൈ തുറമുഖം മുതൽ തൂത്തുക്കുടി വരെ 1500 കിലോമീറ്റർ ദൂരം ആളില്ലാതെ സഞ്ചരിച്ച മാതംഗി ചരിത്രം കുറിക്കുകയും ചെയ്തു. സ്വകാര്യ കമ്പനിയായ സാഗർ ഡിഫൻസ് എഞ്ചിനീയറിംഗ് എന്ന സ്ഥാപനമാണ് മാതംഗിയുടെ നിർമ്മാണത്തിന് പിന്നിൽ. മാതംഗിയുടെ ഈ വിജയം സമുദ്ര സുരക്ഷയിൽ നിർണായക സ്ഥാനമാണ് നൽകുന്നത്. 2024 ഒക്ടോബർ 29 പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് മുംബൈയിൽ നിന്ന് തൂത്തുക്കുടിയിലേക്കുള്ള മാതംഗിയുടെ യാത്രയ്ക്ക് ഫ്ലാഗ് ഓഫ് നടത്തിയത്. തീരസുരക്ഷ, സമുദ്രത്തിലെ ചെറു സൈനിക ദൗത്യങ്ങൾ എന്നിവയ്ക്ക് ഉപയോഗിക്കാൻ ഉതകുന്ന തരത്തിലാണ് മാതംഗിയെ വികസിപ്പിച്ചിരിക്കുന്നത്. റഷ്യ-യുക്രൈൻ യുദ്ധത്തിൽ ലക്ഷ്യങ്ങളിലേക്ക് ഇടിച്ചു കയറി പൊട്ടിത്തെറിക്കുന്ന ഡ്രോണുകളുടെ ഉപയോഗം വ്യാപകമായിരുന്നു. ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് മാതംഗിയെ നിർമ്മിച്ചിരിക്കുന്നത്. കപ്പൽ വേദ മിസൈലുകളോ അല്ലെങ്കിൽ അത്രത്തോളം പ്രഹരശേഷിയുള്ള സ്ഫോടക വസ്തുക്കളോ മാതംഗിയിൽ ഉപയോഗിക്കാം. ശത്രുവിന്റെ യുദ്ധക്കപ്പലുകൾക്കെതിരെ കൂട്ടമായി ഉപയോഗിച്ച് അവയെ തകർക്കാം. ചെറു ബോട്ടിന്റെ അത്ര വലുപ്പവും റഡാർ കണ്ണുകളെ വെട്ടിക്കാനുള്ള ശേഷിയും മാതംഗിയെ കൂടുതൽ അപകടകാരിയാക്കുന്നു. അതിനാൽ ശത്രുവിന്റെ കേന്ദ്രങ്ങളിലേക്ക് ഇടിച്ചു കയറി സ്ഫോടനങ്ങൾ നടത്താം. വലിയ ലക്ഷ്യങ്ങൾ ഭേദിക്കാൻ ചിലവേറിയ യുദ്ധക്കപ്പലുകളെയും മിസൈലുകളെയും ഉപയോഗിക്കുന്നതിന് പകരം ചിലവ് കുറഞ്ഞ ഇത്തരം ആയുധങ്ങളെയാണ് ഇന്ന് മിക്ക യുദ്ധമേഖലകളിലും ഉപയോഗിച്ചു വരുന്നത്. ഇന്ത്യൻ മഹാസമുദ്രം തന്ത്രപരമായ ഒരു നിർണായകമായ മേഖല കൂടിയാണ്. എതിരാളികൾ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ പലപ്പോഴും അവരുടെ നാവിക സാന്നിധ്യം ഇവിടെ ഉണ്ടാകാറുണ്ട്. അതിനാൽ ആൾനാശവും വിലയേറിയ ആയുധങ്ങളുടെ ഉപയോഗം കുറയ്ക്കാൻ തന്നെയാണ് പരമാവധി ശ്രമിക്കുന്നത്. അത്തരമൊരു സാധ്യതയെ പരമാവധി പ്രയോജനപ്പെടുത്താൻ കഴിയുന്നതിനാൽ തന്ത്രപരമായ പ്രാധാന്യമുള്ള ഇന്ത്യൻ സമുദ്ര മേഖലയിൽ മാതംഗി ഇന്ത്യൻ സേനയ്ക്ക് മുതൽക്കൂട്ടാവുമെന്ന കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടുന്നതില്ല. വിദൂര നിയന്ത്രിത രീതിയിലും ഇതിനെ ഉപയോഗിക്കാം. ശത്രുവിന്റെ ശ്രദ്ധ തെറ്റിച്ച് അവരെ ആശയക്കുഴപ്പത്തിലാക്കാനും ഇന്ത്യൻ നാവികസേനയുടെ കപ്പലുകളെ ശത്രുവിന്റെ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനും ഒക്കെ മാതംഗിയെ ഉപയോഗിക്കാം. മാതംഗിയിൽ കൂടുതൽ സംവിധാനങ്ങൾ ചേർക്കാൻ കഴിയുന്ന തരത്തിലാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനൊപ്പം AI സാങ്കേതിക വിദ്യ കൂടി ഉപയോഗിച്ച് കൂടുതൽ മികച്ചതാക്കാനും സാധിക്കും. മാതംഗിയിൽ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തിയാകും ഇനി പുറത്തിറങ്ങുക. എന്ന് ഇവ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാകുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. മാതംഗിയുടെ ഈ പരീക്ഷണ യാത്രയുടെ വിജയം ഇന്ത്യയുടെ നാവികതന്ത്രത്തിലെ ആളില്ലാ ഉപരിതല കപ്പലുകളുടെ തുടക്കം മാത്രമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ കൂടി പരിശോധിക്കുമ്പോൾ ഇന്ത്യയുടെ അഭിമാനകരമായ പിനാക റോക്കറ്റ് സംവിധാനത്തിന് ഫ്രാൻസിന് താല്പര്യമുണ്ടെന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഒരു ഉന്നത ഫ്രഞ്ച് സൈനിക ഉദ്യോഗസ്ഥനാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വികസിപ്പിച്ചെടുത്ത പിനാക റോക്കറ്റ് സംവിധാനം സോളാർ ഇൻഡസ്ട്രീസ്, ലാർസൻ ആൻഡ് ടൂബ്രോ, ടാറ്റ ഓർഡിനൻസ് ഫാക്ടറി ബോർഡ് തുടങ്ങിയ ഇന്ത്യൻ കമ്പനികൾ ചേർന്നാണ് നിർമ്മിച്ചത്. അർമേനിയ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് പിനാക ഇതിനോടകം കയറ്റുമതി ചെയ്തിട്ടുമുണ്ട്. പിനാക MBRL ആഗോളതലത്തിൽ തന്നെ വളരെയധികം പ്രാധാന്യം നേടിയ റോക്കറ്റ് സംവിധാനമാണ്. 75 കിലോമീറ്ററിനും അപ്പുറമുള്ള ലക്ഷ്യങ്ങൾ തകർക്കാനുള്ള പിനാകയുടെ കഴിവും അതിന്റെ ഒന്നിലധികം വകഭേദങ്ങളുമാണ് ഫ്രഞ്ച് സൈന്യത്തെ ആകർഷിക്കുന്നത്. ഇത്രയും ഉയർന്ന വ്യാപ്തിയും കൃത്യതയുമുള്ള റോക്കറ്റ് സംവിധാനം ചുരുക്കം ചില രാജ്യങ്ങളിലാണുള്ളത്. അതിലൊന്നാണ് ഇന്ത്യ എന്ന് ബ്രിഗേഡിയർ ജനറൽ റിച്ചോ പറഞ്ഞിരുന്നു.